നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനം, അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ. ഇപ്പോഴിതാ കെ.സി. വേണുഗോപാൽ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഒരടി പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് തുടരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകുന്നു. ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇടഞ്ഞ CPM സുധീർ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി സർക്കാർ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞെന്നാണ് വിവരം. ജൂലൈ 1 ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. ബില്ല് പാസ്സായാലും വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ലെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമായി വരുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായിട്ട് മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പുകൾ ഉയർത്തുന്നതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. നികുതി ഘടന ഉടൻ മാറ്റേണ്ട അഭിപ്രായമാണ് നിലവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ളത്. വിവാദം അവസാനിപ്പിച്ചു എന്ന നിലപാടിലാണ് എതിർപ്പ് ഉയർത്തിയിരുന്ന എക്സൈസ് മന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. ഇതിനിടെ വിവാദ മദ്യനയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായ VM സുധീർ തുറന്നടിക്കുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് പിൻവലിക്കണമെന്നും ധനബില്ലിൽ നികുതി ഘടന പാടില്ലെന്നും സുധീർ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുധീരനെ അപമാനിക്കുന്നു എന്ന സോഷ്യൽ മീഡിയ അറ്റാക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സുധീരൻ കടുത്ത അതൃപ്തിയിലാണ്. മദ്യനികുതി വിഷയത്തിലും കരിമണൽ ഖനന നീക്കത്തിലും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീറിനു നേരെ സൈബർ ആക്രമണങ്ങൾ ശക്തമാകുന്നു. വി.ഡി. സതീശൻ അനുകൂലികളാണ് ഇത്തരത്തിൽ രംഗത്തുള്ളതെന്നാണ് വിലയിരുത്തൽ. സുധീരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, വയസ്സാം കാലത്ത് വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കണം, തന്നെ പോലുള്ള ആദർശ ധീരന്മാർ ഇനിയെങ്കിലും വിശ്രമ ജീവിതത്തിലേക്ക് പോകൂ തുടങ്ങി കേൾക്കാൻ അറയ്ക്കും വിധത്തിലുള്ള പരാമർശങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റുകളായി രോഷ പ്രകടനങ്ങൾ. അതേസമയം വി.ഡി. സതീശനെ പുകഴ്ത്തുകയും തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗവും കേരളത്തിലുണ്ട്. വി.ഡി. സതീശൻ വിശ്വാസ്യതയുടെ പുതിയ പ്രതീകമാണെന്നാണ് ഇങ്ങനെ പുകഴ്ത്തിപ്പാടുന്നവരുടെ അഭിപ്രായം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സുധീരൻ നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ചർച്ചയല്ല വേണ്ടതെന്നും ഏർപ്പെടുത്തിയ നികുതി നിർദ്ദേശം പിൻവലിക്കുകയാണ് വേണ്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ മുൻ LDF സർക്കാരിൻ്റേത് സുതാര്യമായ നടപടികളായിരുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഉഭയഭാനു കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശം കണക്കിലെടുത്താണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയതെന്നും ചട്ടത്തിലെ ഭേദഗതി നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്താണ് തീരുമാനിച്ചതെന്നും നികുതി കുറച്ച് മദ്യം ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് അവരുടെ അവകാശവാദം. 3.5 വർഷം LDF ഒരു നടപടിയും എടുക്കാത്ത ഫയലിലാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിവേഗം ഇടപെട്ടത് എന്നും CPM വിമർശിക്കുന്നു. ഇത് 600 കോടിയുടെ നഷ്ടം ഖജനാവിൽ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രമമായിട്ടേ കാണാൻ പറ്റൂ എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ UDFും ഒരു വിഭാഗം മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരണം തള്ളിക്കളയണമെന്നും CPM ആവശ്യപ്പെടുന്നു. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളാകാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്താണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നു എന്നും ലഹരിക്ക് അനുകൂലം എന്ന് തോന്നുന്ന ഒരു നിലപാടും ആരും സ്വീകരിക്കരുതെന്നും വിഷയത്തിൽ ചർച്ചയാകണമെന്നത് മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പാംപ്ലാനി വ്യക്തമാക്കുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ ചട്ടങ്ങളിൽ ഭേദഗതിയിൽ ഞങ്ങൾ എതിർപ്പ് അറിയിച്ച മേഖലയിലല്ല ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളതെന്നും ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. ഇപ്പോൾ വന്നത് ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ്. പഠിച്ചതിനു ശേഷം ആ കാര്യത്തിൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം
ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഒരു കാരണവശാലും അവധി കൊടുക്കില്ലെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിവാദ പരാമർശത്തിൽ വലിയ പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. ചമ്പക്കുളത്ത് മുഖ്യമന്ത്രിയുടെ കോലവും വഹിച്ചുകൊണ്ടുള്ള വള്ളം തുഴഞ്ഞ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. വള്ളം തുഴഞ്ഞ ശേഷം ചമ്പക്കുളം കവലയിലും ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ ചമ്പക്കുളം മൂലം ജലോത്സവം ഫാൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. വള്ളംകളി നടക്കുന്ന തിങ്കളാഴ്ചയാണ് കുട്ടനാടിന് പ്രാദേശിക അവധി നൽകണമെന്ന് കുട്ടനാട് എം.എൽ.എ. ആയിട്ടുള്ള റെജി ചെറിയാൻ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പരിഗണിക്കാമെന്ന് ഔദ്യോഗികമായി മറുപടി നൽകിയ മുഖ്യമന്ത്രി സീറ്റിലിരുന്ന ശേഷം ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞ് അത് വിവാദമായിരുന്നു. മൈക്ക് ഓഫാണെന്ന് കരുതിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ അടക്കം പറച്ചിൽ. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ രഹസ്യം മൈക്ക് ഓൺ ആയതുകൊണ്ട് തന്നെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഒരു കാരണവശാലും അവധി കൊടുക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ നേരത്തെ സംഘാടക സമിതിയും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കുട്ടനാട്ടുകാർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന കുട്ടനാടിന്റെ അഭിമാന പരിപാടിയാണ് ചമ്പക്കുളം മൂലം വള്ളം കളിയെന്നും അവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി ഔചിത്യപൂർവ്വം മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിക്കും എന്നാണ് കരുതിയതെന്നുമാണ് സംഘാടക സമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. കുട്ടനാട്ടിലെ വള്ളംകളി അവധിയെക്കുറിച്ച് നിയമസഭയിൽ നടത്തിയ പ്രതികരണം സംബന്ധിച്ച വിവാദത്തിൽ വി.ഡി. സതീശനെ പിന്തുണച്ചാണ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം അവധിയെക്കുറിച്ചായിരുന്നില്ലെന്നും മറ്റൊരു വിഷയത്തിൽ തന്നോട് മറുപടി നൽകുകയായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചോദ്യം വന്നപ്പോൾ എഴുന്നേറ്റ് മറുപടി പറഞ്ഞ ശേഷം ഇരുന്ന് എന്നോടുള്ള സംസാരം തുടർന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കാരണവശാലും നമുക്കത് വേണ്ട എന്ന് പറഞ്ഞത് വേറൊരു വിഷയമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മുറിഞ്ഞുപോയ സംസാരം വാർത്തയാക്കിയതാണ്. അത് കുട്ടനാട് എം.എൽ.എയോടല്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. ലോകത്തെ പറ്റിക്കാം, എന്നെ പറ്റിക്കാനാകില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതേസമയം ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാന്റെ സബ്മിഷൻ. പരിശോധിച്ച് തീരുമാനിക്കാമെന്ന സബ്മിഷന് മറുപടി പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി സീറ്റിലിരിക്കുകയായിരുന്നു. പിന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയോട് സീറ്റിലിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. സഭയിലെ മൈക്ക് പിടിച്ചെടുത്ത സംഭാഷണമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിന് അവസരമൊരുക്കിയത് LDF സർക്കാരാണെന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ആരോപണം തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിലവിലുള്ളത്. സ്വകാര്യ മേഖലയ്ക്ക് അവസരമൊരുക്കിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ആണ് എന്നും കഴിഞ്ഞ 10 വർഷം കരിമണൽ ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. പൊതുമേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ള റയർ എർത്ത് ഇടനാഴി എന്ന LDF ആശയത്തെ അട്ടിമറിച്ച് സ്വകാര്യവൽക്കരിക്കണത്തിന് UDF സർക്കാർ ശ്രമിച്ചു എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിന് അവസരമൊരുക്കിയത് LDF സർക്കാരാണെന്ന ശ്രീ VM സുധീരന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. നിലവിലെ UDF സർക്കാരിന്റെ കരിമണൽ ഖനന നയത്തെ അതിശക്തമായി വിമർശിച്ച വേളയിലാണ് വസ്തുതകൾക്ക് നിരക്കാത്ത ഇങ്ങനെയൊരു പരാമർശം കേൾക്കേണ്ടി വന്നത്. സ്വകാര്യ മേഖലയ്ക്ക് ഖനനം നടത്താനുള്ള അധികാരം ആദ്യമായി നൽകിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാർ ആയിരുന്നു. ഇതിനെ പിൻപറ്റി 2001-2006 കാലഘട്ടത്തിൽ കേരളം ഭരിച്ച AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളാണ് സംസ്ഥാനത്ത് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ അനുമതി നൽകിയത്. സുനാമി ദുരന്തത്തിന് ശേഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടും അവയെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ഖനന തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് അന്ന് UDF സർക്കാർ ശ്രമിച്ചത്. KS വേണുഗോപാലും രംഗത്തെത്തിയതോടെ എന്തായാലും മദ്യനയത്തിന്റെ ഭാവി എന്താകുമെന്നത് ഇനി കണ്ടറിയാം.